അപ്പൊ ഇനി ചെറിയ കളികളില്ല, എല്ലാം വലിയ കളികൾ ഇനി ഗ്രൗണ്ടിൽ വെച്ച് കാണാം. കൊഞ്ഞനം കുത്തുന്നേ അനക്ക് വിചാരമുണ്ടോ ഞങ്ങൾ തോപ്പിക്കാൻ പറ്റുന്നേ? എടാ എന്താടാ പഴം വിഴിഞ്ഞോ? വണ്ടി അതോ കുടുകുടു സൗണ്ട് ഉണ്ടാവും അയക്കരെ. ഇനി കാലി ടർഫിൽ ഒരു യുദ്ധക്കളം ഉണ്ടാകും. ഈ മ്യൂസിക് ഇടുന്നുട്ടോ അവിടെ. അല്ല നിങ്ങള് ഫ്രാഗ്മെന്ററിയില് അല്ലേ തോക്കാൻ റെഡി അല്ലേ? ആ ഹലോ കോഴിക്കോടിന്റെ അതെ നിങ്ങൾ എന്റെ ഫാനാ? മുട്ടടോ അല്ലെങ്കിൽ പ്ലേറ്റ്? ഇതെന്താണ് മുട്ട വാങ്ങാൻ വേണ്ടിട്ടാണ് ബാഗൊക്കെ എടുത്ത് തന്നെ ഇപ്പൊ തോക്കുന്നുള്ള ഉറപ്പിച്ച് സ്പോർട്സ്മാന് വേണ്ട ആവശ്യങ്ങളുള്ള സാധനങ്ങള്. പ്രോട്ടീൻ പൗഡർ. ഇത് ഞങ്ങൾ പുറത്തുനിന്ന് ഇറക്കിയ സുഡാനിയാണ്. സ്കൂൾ ടു എല്ലാരും ഭർത്താവ്. ഇനി ഞങ്ങളതാണ് അവസരം. അപ്പൊ ഞാനാണ് ഇനി കുറച്ച് നേരത്തേക്ക് വരെ എനിക്ക് കളി അറിയൊന്നുമില്ല. എന്നാലും നമ്മൾ അങ്ങനെയല്ലല്ലോ, നമ്മളൊരു ടീം ഇറങ്ങുമ്പോൾ അതിൻ്റെതായ ഒരു സ്പിരിറ്റിൽ എടുക്കണ്ടേ. അപ്പൊ ഞാനിതാ ഇവിടെ നിന്നെല്ലാം നിയന്ത്രിക്കും. നിങ്ങൾക്ക് കാണാം അടുത്ത കാര്യങ്ങൾ. ശരിക്കും നിങ്ങൾക്ക് ഓട്ടാൻ അറിയോ? ചെക്കന്റെ വണ്ടി ഇങ്ങനെ കേടെടുത്തു. ഓൻ ബാക്കിലിരുന്ന് എന്തൊക്കെയോ എണ്ണുന്നുണ്ട്. എടാ എനിക്ക് ടീഷർട്ട് എനിക്ക് നല്ലത് വേണേ. എടാ എല്ലായിടത്തും നോക്കട്ടെ ഏതാ രസം നോക്കട്ടെ. എനിക്ക് ക്യൂട്ടായിട്ടുള്ളത് മതി. ഗോളാവൂ ഇവിടുന്ന് അടിച്ചിട്ട് ഗോളായില്ലെങ്കിണ്ടല്ലോ അങ്ങനെ സുത്തരുതേ. ഇനി ഓടി വന്ന് അടിക്കണോ? കാലം കഴിഞ്ഞു കുഞ്ഞാട്ടോ. താരം ഇതാണ് ഞങ്ങളുടെ കഥയിലെ താരം. പക്ഷേ സംഭവത്താച്ചന്റെ ആളത്തേക്ക് ബോളൊന്നും എത്തുന്നില്ല. കളി കുത്തും അവിടെയാണ്. ഒന്നും വിചാരിക്കരുത്, ഞാൻ കുറച്ചൊന്ന് ലേറ്റ് ആയി പോയി. ഏറ്റവും അവിടെ കച്ചറയാണോ? അവിടെ ഒരു തല്ലിനുള്ള വകുപ്പുണ്ടെന്നാണ് തോന്നുന്നത്. കൊല്ലോ എന്ത് പറ്റി സിലാൽ? കളി എങ്ങനെയുണ്ട്? നിങ്ങൾ തോറ്റില്ലേ? 3 ഗോളിന് ലീഡ്. നിങ്ങൾ എന്താ പറയുന്നത്? ജയിക്കുന്നാണോ പറയുന്നത്? നമ്മള് 3 ലീഡാ. അജ്മലിന്റെ ഭാഗ്യം. അജ്മലയുടെ ഭാഗ്യം നിന്റെ കൈമലാണെന്നാണ് പറയുന്നത്. സംഭവം ഞങ്ങൾ തോറ്റിക്കാണെങ്കിലും കളി കഴിയുമ്പോ ഞങ്ങളെ ജയിച്ചില്ല. അത് സത്യാട്ടോ. ഈ പൊളി ഞാൻ കണ്ടതാ. റിട്ടയർഡായി ഇനി വിളിക്കല്ലേ? ഈ ഗോളി ഞാൻ നിക്കട്ടെ എന്നാലോ? ഞാൻ നിക്കട്ടെ? അടി കിട്ടോ? എല്ലാരും പോവാണ്. ഇപ്പൊ ഇവിടെ തോറ്റ ടീം പൈസ കൊടുക്കണം എന്നാണ് പറഞ്ഞ്. എന്താണ് കളിച്ചിട്ട് തോറ്റില്ലേ?